കഠോപനിഷത്ത് എന്നൊരു ചെറിയൊരു കുട്ടി പുസ്തകമുണ്ട്, അത് വായിക്കണം. കഠോപനിഷത്തില് ഓങ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓം ഇത്യേതി എന്നാ പറയുന്നത്. അതേസമയം ഓങ്കാരമാണ് ബ്രഹ്മം എന്ന് ഗീതയും പറയുന്നുണ്ട്. ഗീത പറയുന്ന അത് തന്നെ ഉപനിഷത്ത് പറയുന്നത് എന്താ? ഉപനിഷത്ത് കറന്നെടുത്ത് വെച്ചതാണ് ഗീത. ഇവിടെ കഠോപനിഷത്തില് നചികേതസിന്റെ ഒരു കഥയുണ്ട്. അതായത് നചികേതസ് ഒരു ചെറിയ കുട്ടിയാ. ആ കുട്ടി വലിയൊരു രാജാവിൻ്റെ മകനായിരുന്നു. രാജാവ് ഒരു യാഗം നടത്തി. അതായത് 4 യുഗങ്ങളാ, കൃതം, ത്രേതം, ദ്വാപരം, കലി. കൃതയുഗത്തിൽ എന്ത് വേണം? ധ്യാനം. ധ്യാനിച്ചിരുന്നാൽ മാത്രമേ മോക്ഷമുള്ളൂ. ത്രേതായുഗത്തിലോ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തണം. ദ്വാപരത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തണം. കലിയുഗത്തിൽ നാമജപം മദീന. ഇങ്ങനെ യാഗങ്ങളൊക്കെ നടത്തി അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇനി നമുക്ക് യാഗം സമർപ്പിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ സമർപ്പണം കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം? ദാനം നൽകണം. ബ്രാഹ്മണർക്ക് ദാനം നൽകണം എന്നാ. ദാനം നൽകുന്ന സമയത്ത് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് അറിയോ? ഈ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ടേ. അത് മാറി നിന്ന് ഇങ്ങനെ നോക്കുക അച്ഛൻ ദാനം ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക? കൊടുക്കുമ്പോൾ ഏറ്റവും മോശമായതൊക്കെ കൊടുക്കും, നല്ലതൊക്കെ നമുക്ക് മാറ്റി വെക്കൂലേ? അതുപോലെ ഈ രാജാവും എന്ത് ചെയ്തു? ഈ ചാവാലി പശുക്കളെ, അന്നൊക്കെ പശുദാനം എന്നാ പറയാം, പശുക്കളെ, കറവ പറ്റിയ പശുക്കളെയൊക്കെ ഇങ്ങനെ ദാനം ചെയ്യുക. നല്ലതിനെയൊക്കെ തൊഴുത്തിൽ എൻ്റെ മകന് വേണ്ടി നിർത്തി. മകനാണിത് നിന്ന് കാണുന്നത്. മകനപ്പം അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ ദാനം ചെയ്യുന്നത്? അപ്പോൾ ദേഷ്യം വന്നു. മിണ്ടാതെ അവിടെ പോയിരുന്നോ എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും ചോദിച്ചു. തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന് പാപം കിട്ടാൻ പോകാമെന്ന് മനസ്സിലായി കുട്ടിക്ക്. അച്ഛാ എന്നെ ആർക്കാ ദാനം നൽകണേ എന്ന് ചോദിച്ചു. കാരണം സർവസ്വം ദാനം കൊടുക്കണ്ടേ, അച്ഛൻ്റെ കുട്ടീന് ദാനം കൊടുക്കണ്ടേ, എന്നെ ആർക്കാ ദാനം കൊടുക്കുന്നേ? ദേഷ്യപ്പെട്ടു. വീണ്ടും അവിടെ പോയിരുന്നു. 3ാമതും കുട്ടി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ കാലിന് കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കുട്ടി കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്തു. അച്ഛനോട് പറയുക, ദാനം നൽകൽ കഴിയാറായില്ലേ, എന്നെ കാലിന് കൊടുക്കണ്ടേ, യമപുരിയിലേക്ക് പൊയ്ക്കോട്ടെ. അപ്പോഴാണ് അന്തം വെച്ചത്. അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടിട്ട്. ഇത് നമുക്കുള്ളൊരു തത്വമാണ്. നമ്മൾ വീട്ടിൽ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാ ദേഷ്യപ്പെട്ടിട്ട് പറയാല്ലേ? ചിലർ അമ്മമാർ അസത്തേ എന്നൊക്കെ വിളിക്കുന്നതാണ്. സത്തേ ഉള്ളൂ ഈ ലോകത്ത്, അസത്തായതൊന്നും ഇല്ല. കുട്ടികളെയൊന്നും ഒരിക്കലും അങ്ങനെ വിളിക്കരുതേന്നാ പറയാ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനപ്പോൾ എന്നാ പോവട്ടെ അച്ഛാന്നും പറഞ്ഞൊരൊറ്റ ഇറങ്ങി പോകാം. എങ്ങടാ പോണത്? നേരെ കാലൻ്റെ അടുത്തേക്ക് പോവുക. എന്നെ ദാനം കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് കാലന് പണി കൊടുക്കുകയാണ്. എന്താ, എനിക്ക് ഒരു സംശയമുണ്ട്. കുറേ നേരം കാത്തു നിന്നു. അവിടെ ചെന്നപ്പോൾ യമപുരിയിൽ ചെന്നപ്പോൾ കാലനില്ലാത്രേ. കാത്ത് ഇരിക്കുക. ഒരു ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ 3 ദിവസം അവിടെ ഇരുന്നു. തിരിച്ചു വന്നപ്പോൾ കാലനും സന്തോഷമായി. കാരണം ഏറ്റവും വലിയ വ്രതം എന്ന് പറയുന്നത് ഉപവാസമാണത്രേ. ഉപവാസത്തെക്കാൾ വലിയ ഒരു വ്രതം ഇല്ല എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്.